സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമെന്ന് പോലീസിനറിയാം. കൊലപാതകം മായ്ച്ചു കളയാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. യാദർച്ഛികമായ ആൾക്കൂട്ട കൊലപാതകമല്ല പൂക്കോട് സർവകലാശാലയിൽ നടന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. അരാജകത്വത്തിലേക്ക് നാടിനെ തള്ളിവിടുന്ന പ്രവർത്തികളാണ് എസ്.എഫ്.ഐ. ചെയ്യുന്നതെന്നും എന്തുകൊണ്ട് ഇതുവരെ കൊലക്കുറ്റം ചാർജ് ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ലെന്നും സുരേന്ദ്രൻ ചോദിച്ചു. നമ്മുടെ കോളേജുകൾ, ഹോസ്റ്റലുകൾ എത്രമാത്രം നീചമായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിലെ ഒരു ക്യാമ്പസിലും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. എസ്.എഫ്.ഐ. എന്ന് പറയുന്ന ഒരു സംഘടന ഇത്രയും മനുഷ്യത്വരഹിതമായി ഒരു പ്രവൃത്തി നടത്തിയിട്ട് ഒരു കൊലപാതകം നടന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഉത്തരവാദപ്പെട്ട ആളുകൾ നടത്തിയത്. പ്രതികൾക്ക് പാർട്ടി സംരക്ഷണം ഒരുക്കുകയാണ്. അതിന്റെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ മൗനമെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. എനിക്ക് മുഖ്യമന്ത്രിയോടാണ് ചോദിക്കാനുള്ളത്, എന്താണ് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും ഇല്ലാത്തത്? സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ ദാരുണമായ ഒരു കൊല നടന്നിട്ട്, മനസാക്ഷിയെ നടുക്കിയ ഒരു കൊല നടന്നിട്ട് എന്താ പ്രതികരിക്കാത്തത്? ഹരിയാനയിൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ മരിച്ച ആൾക്ക് 10 ലക്ഷം കൊടുക്കാൻ ഓടിയ ആളാണല്ലോ മുഖ്യമന്ത്രി. ലോക സമാധാനത്തിന് 2 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ച ആളാണല്ലോ മുഖ്യമന്ത്രി. സിദ്ധാർത്ഥിന്റെ അച്ഛനെയും അമ്മയെയും എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാണുന്നില്ല? മുഖ്യമന്ത്രി, അങ്ങേക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ? തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. ജനം, തിരുവനന്തപുരം.